മെയ് ആദ്യത്തെ ആഴ്ചയാണ് നമ്മുടെ SSLC എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത്. ഉറപ്പായിട്ടും ആ റിസൾട്ടിനെ കുറിച്ചുള്ള ആശങ്കകളൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ അതിനേക്കാൾ വലിയ ഒരു ചോദ്യചിഹ്നം അവിടെ ബാക്കി നിൽപ്പുണ്ട്. 10ാം ക്ലാസ്സിലെ ആ റിസൾട്ട് വന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഏത് കോഴ്സാണ് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഒരുപാട് പേര് +1 സയൻസ് എടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്താണ് അതിൻ്റെ ബേസ്? സാർ, എനിക്ക് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി വളരെ എളുപ്പമായിരുന്നു, 10ാം ക്ലാസ്സിലെ മാത്സ് ഞാൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, 10ാം ക്ലാസ്സിലെ ഫിസിക്സ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടേ ഇല്ല എന്നൊക്കെയുള്ള തോന്നലിലാണ് നിങ്ങൾ ആ തീരുമാനം എടുക്കുന്നതെങ്കിൽ നിങ്ങളതൊന്ന് പുനഃപരിശോധിക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം 10ാം ക്ലാസ് വരെ ഒരു കുട്ടി സയൻസ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 കൊമേഴ്സും ഹ്യൂമാനിറ്റീസും വേറെ കോഴ്സുകളൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പോകുന്ന കുട്ടിക്ക് വളരെ ജനറലായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് 10ാം ക്ലാസ് വരെയുള്ള സയൻസ്. എപ്പോഴും മാത്സിൻ്റെ ടീച്ചേഴ്സൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, 10ാം ക്ലാസ് വരെയുള്ള മാത്സ് എന്ന് പറയുന്നത് വളരെ ജനറൽ സ്വഭാവമുള്ള, നിങ്ങളൊരു 1-2 മാസം മാത്രം ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് A+ നേടാൻ സാധ്യതയുള്ളൊരു സബ്ജക്റ്റാണ്. എന്നാൽ +1 നിങ്ങൾ സയൻസ് എടുക്കുമ്പോൾ നിങ്ങളൊരു വലിയ തീരുമാനം എടുക്കുകയാണ്. എന്താണ് ആ തീരുമാനം? ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ബയോളജിയും ഒക്കെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോ സബ്ജക്റ്റുകളും അത്രമേൽ ഗ്രാവിറ്റിയിൽ, അത്രമേൽ ഇൻറ്റൻസിറ്റിയിലാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ശരിക്കും കോൺഫിഡൻ്റ് ആണോ? സോ 10ാം ക്ലാസ്സിൽ നിന്ന് +1 ട്രാൻസിഷൻ അത്ര സുഖകരമാവുമോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ ബേസ്, നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ഇന്ന സബ്ജക്റ്റിൽ നല്ല മാർക്ക് കിട്ടി എന്നുള്ളത് എപ്പോഴും ഒരു ഗ്യാരണ്ടി അല്ല. ആ സബ്ജക്റ്റുകളിലൊക്കെ നമ്മുടെ ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആണോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യം വളരെ പേഴ്സണലായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. 10ാം ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയപ്പോൾ അന്നൊരു പൊതുവെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടുന്നവരൊക്കെ സയൻസിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞാനും പോയി. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച മാത്സും ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച ഫിസിക്സും ഒന്നും ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. അത് കുറച്ചുകൂടെ എന്നെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. അത് അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടാവാനുള്ള ഒരു കാര്യം, ഞാൻ ഇതിനെക്കുറിച്ച് അവെയർ ആയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇത്രമേൽ എളുപ്പമാവും എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് ഞാൻ അങ്ങോട്ട് പോയത്. സോ ആ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവരുത്. എങ്ങനെയാണ് ആ പ്രശ്നത്തെ നമ്മൾ സോൾവ് ചെയ്യുക? സിമ്പിളാണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു വേർഡാണ് ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പാലം നിങ്ങൾ അത്രമേൽ സൂക്ഷ്മതയോടുകൂടെ, അത്രമേൽ കെയറോടുകൂടെ കടന്നു പോകേണ്ട ഒരു ബ്രിഡ്ജ് കോഴ്സാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി കൂടെയാണ് ഈ വീഡിയോ. നമ്മൾ നമ്മുടെ +1 ബ്രിഡ്ജ് കോഴ്സ് ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുകളും പഠിക്കേണ്ടത്, എത്ര ഇൻറ്റൻസ് ആണ് ആ സിലബസ്, ഏത് രീതിയിലാണ് നമ്മളതിനെ ടാക്കിൾ ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചേഴ്സ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ആൻഡ് ഈ ക്ലാസ്സുകൾ, ഈ ബ്രിഡ്ജ് കോഴ്സ് നമുക്ക് യൂട്യൂബിൽ ലൈവായിട്ടും അതേ സമയത്ത് ആപ്പിലും എന്ത് ചെയ്യുന്നുണ്ട്, സൈമൾട്ടേനിയസ്ലി നടക്കുന്നുണ്ട്. നമുക്ക് ഈ ക്ലാസ്സുകൾ യൂട്യൂബിലും ആപ്പിലും അവൈലബിൾ ആണ് എന്ന് പറയുമ്പോഴും നിങ്ങൾ ആപ്പിൽ തന്നെ ഈ ക്ലാസ്സുകൾ ആക്സസ് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട്. ഒന്നാമത്തത്, ആപ്പിൽ മാത്രമാണ് നമ്മൾ ഈ ബ്രിഡ്ജ് ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. അതിൻ്റെ മേലുള്ള ചർച്ചകളൊക്കെ നിങ്ങൾക്ക് നടത്താം. അടുത്ത കാര്യം, നിങ്ങൾക്ക് ആപ്പ് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ആക്സസ് തരുന്നത്. ഒരൊറ്റ രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് സൈലത്തിൻ്റെ +1 ആപ്പിൽ ജോയിൻ ചേർന്നിട്ട് ആദ്യത്തെ ബ്രിഡ്ജ് ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്യുക. ഓൾറെഡി നമ്മുടെ +1 അഗ്നി ബാച്ചിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളും ഒരുപാട് സമയം ലേറ്റ് ആകണ്ട, നേരത്തെ തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ പറയാറുണ്ട്, ഏറ്റവും നേരത്തെ തുടങ്ങുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വെൽ ബിഗൺ is half done എന്നാണ്. സോ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങളെല്ലാവരും ആപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ആ ബ്രിഡ്ജ് കോഴ്സ് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. സോ പീപ്പിൾ, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.